സ്പേസ് ഉണ്ടോ? സ്പേസ് നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബിന് ഞാൻ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഞാനിപ്പോ ഒരു ഫോട്ടോ ഇട്ടേക്കുന്ന കണ്ട. ഒരു മിനിറ്റ്. ബേ വിൻഡോ പോലെ നമുക്ക് കൊടുത്തിട്ട് അങ്ങനെയല്ലേ അവിടെ സീറ്റിംഗ് സ്പേസ് ആയിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അപ്പൊ വിൻഡോന്റെ സൈഡിലല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുക? അതെ, അങ്ങനെ സ്പേസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. അങ്ങനെ സ്പേസ് ഇല്ല. എന്താ അറിയോ, ഇവിടെ നമുക്ക് ബാത്റൂമിലേക്കുള്ള കൊടുക്കണ്ടേ സ്പേസ്. ഓക്കെ. ഈ ബെഡേ ഈ ബെഡിന്റെ ഹെഡ് സൈഡ് നമുക്ക് ഈ ഹോളിന്റെ ഭിത്തിയിലാക്കിയാല് അങ്ങനെ എന്തെങ്കിലും വാസ്തു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാസ്തു നോക്കുന്നവർക്ക് പ്രശ്നമുണ്ട്, വല്ലാണ്ട് എങ്ങനെ വാസ്തു നോക്കുന്നില്ല. ഞാൻ ബെഡ് അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് വീടിന്റെ തെക്കും വടക്കും എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഞാൻ പറയാം. എങ്ങനെയായിരുന്നു വീടിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നത്? അങ്ങനെ ചോദിക്കല്ലേ, ഞാൻ ഫോട്ടോ എന്തെങ്കിലും അയച്ച. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് ഈ ഭാഗത്താണ് കിഴക്കെന്നായിരുന്നു. അത് വേണമെങ്കിൽ ബെഡ് ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എപ്പോഴും എല്ലാവരും ബെഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, എപ്പോഴും ഫിക്സ് ആയിട്ട് അങ്ങനെ വെക്കൽ കുറവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ആ വാർഡ്രോബ് അങ്ങനെ ഈ വാർഡ്രോബ് ഒക്കെ എനിക്കൊരു മിനിമം ലെവൽ മതി. എല്ലാം എനിക്കൊരു മിനിമം ലെവൽ മതി. ഒരു 3 ഡോറിന്റെ മതിയില്ലേ? 3 എന്തായാലും വേണ്ടി വരും കഴിഞ്ഞാല് സ്പേസ്. പിന്നെ വേറെ നമുക്ക് പറഞ്ഞു ആ വാർഡ്രോബ് അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്ക്, അല്ലെങ്കിൽ അത് നോർമലായിട്ട് ഇപ്പൊ വെച്ചേക്കുന്ന പോലെ തന്നെ മതി. അതെങ്ങനെ ഗ്ലാസിന്റെയോ അങ്ങനെ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ നമ്മുടെ സാധാ UPVC-യിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ വേണോ? സാധാ UPVC-യിൽ മതി, എന്നിട്ട് ഒരു മിററും കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു ഞാൻ ഇതിൽ കൊടുത്തത്. ഞാൻ ഓൾറെഡി എനിക്ക് അറിയില്ലായിരുന്നു സ്റ്റഡി ടേബിളിന്റെ കാര്യമൊക്കെ, അപ്പൊ അത് കൊടുത്തപ്പോ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. വേണ്ട, സ്റ്റഡി ചെയ്യാൻ അവിടെ ആരുമില്ല ഇനി സ്റ്റഡി ചെയ്യാൻ. അല്ല, ഫ്യൂച്ചറിലും പർപ്പസ്. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു മിറർ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. മതി. ഈ വാർഡ്രോബ് ഒക്കെ എനിക്ക് മിനിമൽ മതി, മിനിമൽ ലെവലിൽ മതി. ഇത്തിരി കൗണ്ടേഴ്സോ ഒന്നും വേണ്ട. അതെങ്ങനെയാണ്, ഏത് ഹൈറ്റിലാണ് വേണ്ടത്? 180 വേണോ, അല്ലെങ്കിൽ ഐ മീൻ സീലിംഗ് വരെ ചെയ്യുന്നത്? 180 ഇരുന്നോട്ടെ, സീലിംഗ് ലെവലിൽ ഇരുന്നോട്ടെ. സീലിംഗ് ആ ലെവലിൽ ഇരുന്നോട്ടെ, അതായത് നമ്മുടെ റൂമിന്റെ ഹൈറ്റിലാണോ? അതെ. ഓക്കെ. വേറെ ബാത്റൂമിന്റെ എന്തെങ്കിലും സജഷൻസ്? ബാത്റൂമിന്റെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. ഞാനത് നോക്കിയായിരുന്നു. സ്പേസ് ഇല്ല, അത്രയ്ക്ക് ചെറിയ ബാത്റൂം അത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ചെറിയ ഡയമെൻഷനിൽ കൊടുക്കുമ്പോൾ ഒരുപാട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാറുണ്ട്, അപകടങ്ങൾ നല്ല രീതിക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ കൊടുക്കും, ഇങ്ങനെ പണിക്കാരെ കൊണ്ട് വന്ന് ചെയ്യിപ്പിക്കും, പക്ഷെ അതവിടെ പെട്ടെന്ന് സ്ലിപ്പ് ആവാനും, അതുപോലെ ചെറിയൊരാകെ 2.5 ഇഞ്ച് മാത്രം ഹൈറ്റിലൊക്കെയാണ് അതങ്ങനെ കൊടുക്കാറ്. അപ്പൊ അതിൽ നിന്ന് സ്കിഡ് ആവാനൊക്കെ എപ്പോഴും ബാത്റൂമും കൂടെ അല്ലേ, അപ്പൊ എത്ര മാറ്റ് ടൈലിട്ട് കഴിഞ്ഞാലും അത് സ്കിഡ് ആകും. എങ്ങനെ ഈ വെറ്റ് ഏരിയയിലോ? അല്ല, ഇപ്പൊ നമ്മളിങ്ങനെ പാർട്ടീഷൻ, ഇപ്പൊ ഷവർ ഏരിയ മാത്രം സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ടും യൂസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പലരും പറയാറുണ്ട്. എന്നിട്ട് വീണ്ടും അതെല്ലാം മാറ്റി പഴയ പോലെ തന്നെ ഒറ്റ ഏരിയയിൽ അങ്ങ് കൊടുക്കും. നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒരു നമുക്ക് ഇത്രയും ഇവിടെ ആകെ ഷവർ ഏരിയക്കുള്ള ഒരു സ്പേസ്, യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതേ ഉള്ളൂ. നമുക്ക് രണ്ട് ബാത്റൂം ഒരുപോലെ കൊടുത്തൂടെ? ഒരുപോലെ ഉദ്ദേശിച്ചത് ഫിറ്റിംഗ്സ് അല്ലല്ലേ? ഇതാകെ 2.2 ഉള്ളൂ. 2.2-ല് കണ്ടു. ഇപ്പൊ ഡോറ് വരുമ്പോഴാണെങ്കിലും ഇത്രയും സ്പേസ് നമ്മുടെ പോകും. പിന്നെ നമുക്ക് ഷവർ ഏരിയക്കുള്ളത് ഈ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ.
പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സ്പേസ് ഉള്ളൂ. പിന്നെ വാഷ് ബേസിൻ ഈ എങ്ങനെ ഡോറ് വേണോ? ഡോറ് തുറന്നു വരുന്നിടത്ത് വാഷ് ബേസിനും ആ, നമുക്ക് വെച്ചാൽ വേറെ ഒന്നുമല്ല, വാട്ടർ ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിൻ തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഗ്യാപ്പ് വേണം. വേണം. അപ്പം അതല്ലെങ്കിൽ അത് ഹൈജീനിക് ആയിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അത്രയും ദൂരെ കൊടുത്തത്. എനിക്ക് അതിന്റെ 3D ഒന്ന് കാണിക്കുക. ആ, ഒരു മിനിറ്റ്. സ്പേസ് ചെറിയ സ്പേസ് ആയിപ്പോ അല്ലേ? ആ, അതുകൊണ്ട് ക്യാമറ പൊസിഷൻ ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കണ്ടാൽ മതിയോ? മതി മതി മതി. എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കണോ? ഞാൻ ഒരു നിഷസാ ഓപ്ഷൻ. ആ, നിഷസ് ഇരുന്നോട്ടെ. ഉം. വേറെ സൈഡിലൊന്നും പിന്നെ കൊടുക്കാൻ ഞാൻ, കാരണം ഇവിടെയൊക്കെ ഷവർ ഏരിയ വരുമ്പോൾ ഫുൾ എപ്പോഴും നനഞ്ഞ് അങ്ങനെ പോവില്ലേ വിചാരിച്ചിട്ട്, അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഒന്ന് കൊടുക്കാഞ്ഞത്. ഓക്കെ. വേറെ ഇനി എന്തെങ്കിലും? ഈ രണ്ടാമത്തെ ബാത്റൂമും അതുപോലെ തന്നെ ഡോറിന്റെ പൊസിഷൻ അനുസരിച്ച് ബാക്കിയുള്ളതിന് ചെറിയ ചേഞ്ചസ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഡോറ് തുറന്നു വരുന്നിടത്ത് ഷവർ. പിന്നെ അല്ലെങ്കിൽ കാരണം ഷവർ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഷവർ യൂസ് ചെയ്യുന്ന ടൈമിൽ ടോയ്ലറ്റിന്റെ ഈ ഭാഗം ഫുള്ള് നനയും എപ്പോഴും. ഓക്കെ ഓക്കെ, അത് വിട്ടേക്ക്. ടൈല് ഇങ്ങനെ മെറ്റീരിയൽ, കളർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ പൊതുവെ ഫുൾ ഇന്റീരിയറിൽ? അതിലൊരു മാറ്റ് ഫിനിഷ് നോക്കിക്കോ. അല്ല, അതൊക്കെ കളർ എന്തെങ്കിലും കളർ ഒരു ഗ്രേ തീം. ഗ്രേ വൈറ്റ് അങ്ങനത്തെ മതിയോ? അതെ. ഡാർക്ക് കളേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല തുടക്കത്തിൽ തന്നെ. ഓക്കെ, ഒരു ഗ്രേ തീം, ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ലൈറ്റ് ഗ്രേ. ആ, മനസ്സിലായി. അതുപോലെ അല്ലാണ്ടുള്ള നമുക്ക് ലിവിങ്ങിലും എല്ലായിടത്തും ആ ഒരു വൈറ്റ് ലൈറ്റ് ഗ്രേ ആ ഒരു ലിവിങ്ങിൽ കളർ ഞാൻ ഒരു മതി. സജഷൻ കൊടുക്കട്ടെ. ആ, ഈ കേറി വരുന്ന പാസേജ് തൊട്ട് ബാക്കിൽ വരെ ഒരു ടൈല് കൊടുക്കാൻ പറ്റും, ഒരു 4x2. കേറി വരുന്ന പാസേജിൽ, അതായത് പാസേജിൽ ഒരു ടൈല്. ആ, അതായത് ആ ഡോറ് തൊട്ട് ആ ബാക്ക് വരെ. ഇവിടെ തുടങ്ങി ഈ ഭാഗം നമ്മൾ ഈ ഡൈനിങ് ലിവിങ് വരുന്ന ഭാഗം അല്ല, അതാണ് ഡോറിന്റെ സൈഡ്, ഡോറിന്റെ അത് മാത്രം. ഈ ഭാഗം. അവിടെ തൊട്ട് ആ റൂമിലേക്കുള്ള പാസേജ് ഇങ്ങനെ അവിടുന്ന് സ്ട്രെയിറ്റ് ഈ ഒരു ടീ ഷേപ്പ് പോലെ. ടീ ഷേപ്പ് പോലെ ഒറ്റ ടൈലും, ബാക്കി വേറൊരു. ഞാൻ വേണ്ടി കൊടുത്ത് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ അല്ലാണ്ട് കാണിച്ചു. നോക്കാം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ, അത് ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ. പിന്നെ കിച്ചണിലേക്ക് ഒന്ന് വന്നാൽ ഇങ്ങനെയായിരുന്നു കൊടുത്തത്. ഇവിടെ ഫ്രിഡ്ജ് വന്ന വിധത്തിലും അതുപോലെ ഈ ഒരു എൽ ഷേപ്പിലായിട്ടാണ്. നമുക്കൊരു എൽ ഷേപ്പ് അല്ലേ വന്നേക്കുന്നത് കിച്ചന്റെ കൗണ്ടർ വന്നേക്കുന്നത്? അതെ അതെ. അത് യു ആക്കണം. യു ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺജഷൻ വരും. പിന്നെ നമുക്കിവിടെ പൊതുവെ ഇപ്പോൾ വീട്ടിൽ ഉള്ള എല്ലാവരും അമ്മമാരൊക്കെ ആണെങ്കിലും
അവരെപ്പോഴും ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസിന് വേണ്ടി അങ്ങനെ കൊടുക്കാറുണ്ട്, ചെറിയൊരു ആ ചെയറോ അത് അങ്ങനെ ഞാൻ പറയാൻ എന്തെങ്കിലും. എനിക്കൊരു സിറ്റിംഗ് സ്പേസ് വേണം. അത് ഒരു അടിയിലൊരു കൗണ്ടർ കൊടുത്തിട്ട് മേളിലൊരു അങ്ങനെ ഒരു മനസ്സിലായി. സീറ്റിംഗ്. പിന്നെ അതുപോലെ ഓക്കെ. തന്നെ ചില ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ചെറിയ ചിലർക്ക് നമുക്ക് ഒണിയൻ പോലുള്ളതെല്ലാം ആരും ഇങ്ങനെ അകത്ത് വെക്കാണ്ട് പുറത്തേക്കായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ട്. ബാസ്ക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പേസ് നമ്മൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി ഓക്കെ. ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നിനും സ്പേസ് കാരണം ഈ അതൊക്കെ ചെയ്ത് നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പൊ ലോഫ്റ്റുകളൊക്കെ എനിക്ക് വന്നാൽ പിന്നെ വാഷേരി എവിടെ വരും? വാഷേരി ഏതിൻ്റെയാണ്? ഇതിൻ്റെയാണോ? സിങ്ക്. സിങ്ക് ആണോ ഉദ്ദേശിച്ചത്? ആ സിങ്ക് ഇവിടെ ആയിട്ടാണ്. നമ്മുടെ ഈ വിൻഡോയുടെ അവിടെയാണോ ഈ ആക്ച്വലി എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കും, വിൻഡോയുടെ എവിടെയാണോ ഈ ഹുഡ് ആൻഡ് ഹൂബ് കൊടുക്കുന്നത്? ഇവിടെ ഡയറക്ഷനിൽ കിഴക്കോട്ടാണ് അങ്ങനെ കൊടുക്കാറ്, ഗ്യാസ് ഓക്കെ. കത്തിക്കുന്ന ഭാഗം. കിഴക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഉം. ഇവിടെ ആയിട്ടാണ് സിങ്കും ഇതൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ ചെയ്യുമ്പോഴേ ആ ഇതിന്റെ ഡീറ്റെയിൽ ചെയ്യുവോ? ഇന്റീരിയറിന്റെ, അതായത് ഡീറ്റെയിലിംഗ് അത് കിച്ചന്റെ എന്തോ? ഡീറ്റെയിലിംഗ് ചെയ്യുവോ? ഏതൊക്കെ യൂണിറ്റ് ഉണ്ട് അങ്ങനെ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ. ഞാനിത് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു കിച്ചൺ എങ്ങനെ സ്പേസ് ഉണ്ടോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നു. കിച്ചണിന് സ്പേസ് ഉണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിന്റെ ഇത് കൊടുത്തത്, ഈ ഒരു ആ പൊസിഷനിൽ, ഈ ഫ്രിഡ്ജ് ആ ഭാഗത്ത്. ഓപ്പണിങ്ങിൽ തന്നെ ഇരുന്നോട്ടെ ഇവിടെയോ? അവിടെ? അല്ലല്ല, ഇപ്പൊ ഇവിടെ. ഉള്ള പൊസിഷനിൽ തന്നെ. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ പാസേജിനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പാസേജ് അപ്പം ഇത്രയും പോരെ? ഇങ്ങോട്ടേക്ക് ഇനി നീക്കണോ? വേണ്ടല്ലോ. അതായത് ആ ഭിത്തി വേണോന്നാണോ ചോദിക്കുന്നത്? ഈ ഭിത്തി അതായത് ഇത്രയും നമുക്ക് ഓപ്പണിംഗ് ഓൾറെഡി കൊടുത്തേക്കുന്നത് ഈ ഒരു ഏരിയ മാത്രം. എനിക്ക് 120 എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ വെന്റിലേഷൻ. അവിടെ ഓപ്പണിംഗ് കൊടുത്തിട്ട് ആ ഭിത്തി കുറച്ചുകൂടെ ഇതാക്കിയാ പോരെ? എന്ത്? അതായത് ആ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭിത്തി ഓപ്പണിംഗ് ആക്കിയിട്ട് ഈ ഭിത്തി. ആ ആ, അതിന്റെ ഓപ്പോസിറ്റ് അല്ല, അതിന്റെ ആ റൈറ്റ് സൈഡിലുള്ള ഭിത്തി കുറച്ചുകൂടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് ആ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് ഇരിക്കുമല്ലേ. അപ്പൊ അത് ഫ്രിഡ്ജ് കുഴപ്പമില്ലല്ലോ. ഇരിക്കുമ്പോൾ അല്ല, ഫ്രിഡ്ജ് ഇരിക്കുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആക്കി തന്നെ അതല്ലെങ്കിൽ ഓപ്പൺ ആക്കി വേണോ? എന്ത് വേണം? ഇവിടെ നിന്നല്ലേ, ഞാൻ ഇതിവിടെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലിവിങ്ങിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു വ്യൂ കിട്ടും. നമ്മൾ ആ ലിവിങ്ങിന്റെ ഇത് മാറ്റിയില്ലേ? ആ, മറ്റേ കാരണം ഇത് ഈ ഒരു സൈസ് ഉണ്ടാവില്ലല്ലോ, ചെറുതായിരിക്കത്തില്ല. വേണമെങ്കിൽ ചെയ്യാം. വെയിറ്റ് ഞാനൊരു ഫോട്ടോ ഒന്ന് നോക്കട്ടെ. ഇവിടെ എന്നിട്ട് ഇപ്പൊ കൗണ്ടർ സ്പേസ് പോലെ എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഓക്കെ. ഞാനിപ്പോ ആദ്യം ഇങ്ങനെ കൊടുത്തിരുന്നു, ഇപ്പോ അച്ഛൻ പറഞ്ഞത് വേണ്ട. അത് വിട്ടേക്കും. പിന്നെ ആ സ്റ്റെയർ കേറി പോകുന്നിടത്തെ അവിടെ ആ ഭിത്തിയിൽ എനിക്ക് 2 നിഷസ് കൂടെ കൊടുത്തേക്കണേ. അത് കൊടുക്കും. ഓക്കെ. വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെയാണ് മറ്റേ അടുപ്പൊക്കെ വരുന്നത്. അവിടെ എന്താ വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത? അവിടെയും വെന്റിലേഷൻ വേണം. പ്ലാനിൽ ഉണ്ടായില്ല? പ്ലാനില് അതാ പറഞ്ഞ, പ്ലാൻ വിട്ടേക്കും. അവിടെ എനിക്ക് ആ റൈറ്റ് സൈഡിലെ ഭിത്തിയിലോ എന്തേലും വെന്റിലേഷൻ ഈ വേണം. അടുപ്പുള്ള സ്ഥിതിക്ക് എന്താണെങ്കിലും നമുക്ക് ഇവിടെ രണ്ട് ഭാഗത്ത് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ. ഞാൻ ഈ എന്റെ ഒരു ഡൗട്ടാണ്, അവിടെ ചിമ്മിനി ചിലപ്പോ പണിയുമായിരിക്കും. അപ്പോഴെങ്ങനെയാ ആ ഭിത്തിയിൽ വെന്റിലേഷൻ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലേ? ചിമ്മിനിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിപ്പോ ഓരോ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പൊ എത്ര ചിമ്മിനി ചെയ്താലും ചിമ്മിനി നല്ല കൊടുക്കുമ്പോൾ രീതിക്ക് നമുക്ക് വെന്റിലേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.